കർത്താവിൻ സന്തോഷം അവനിൽ ബലം താരിൽ പാർക്കുന്നാൾ അവനിൽ ബലം അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വഭൂമി അവനെന്റെ സങ്കേതം വിശ്രമം നാൾ തോറും അവനെന്റെ സർവ്വഭൂമി പല നാളുകളൂടെ ഞാൻ ഏകനെന്ന് അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി പല നാളുകളൂടെ ഞാൻ ഏകനെന്ന് അന്നാളിൽ അവൻ എന്നോട് ചൊല്ലി ലോകത്തോളവും കൂടെയിരിക്കുന്നു നിന്നോട് കൂടെയുണ്ട് ലോകത്തോളവും കൂടെയിരിക്കുന്നു നിന്നോട് കൂടെയുണ്ട്. ലൂക്കോസ് 11-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം 11-34 വചനം പറഞ്ഞ് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവയുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായി തീരും. ദോഷമുള്ളതെങ്കിലോ ശരീരം ഇരുട്ടുള്ളത് തന്നെ. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കണ്ണുകൊണ്ടാണ് നമ്മൾ സർവ്വതും കാണാൻ കഴിയും. നമുക്ക് കണ്ണ് കണ്ടുണ്ടെങ്കിൽ എന്ത് പറയാം? കുരുടൻ അല്ലെങ്കിൽ അന്ധൻ, ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. വചനം പറയുന്നത് ശരീരത്തിന്റെ വിളക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണാണ്. നമുക്കറിയാം, നമുക്ക് കണ്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണാൻ കഴിയെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയത്തില്ല. നമുക്ക് എന്ത് വേണം? ഒരു ആളുടെ സഹായമില്ലാതെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കണ്ണ് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഈ കാഴ്ച നമുക്ക് എന്താണ്? നമുക്ക് വായിക്കാൻ കഴിയാത്ത സമയത്ത് അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ നമുക്ക് എന്താവശ്യം? ഒരു കണ്ണട ആവശ്യമാണ്. അപ്പോൾ കണ്ണട കൂടെ കുറച്ചുകൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ശരീരത്തിലേക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുമ്പോൾ കണ്ണാണ്. ആ കണ്ണുകൊണ്ട് നാം എന്ത് ചെയ്യണം? കാണുന്നതൊക്കെ ചൊവ്വയാ നോക്കണം. ചൊവ്വയുള്ളതെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും പ്രകാശമായി ഇരിക്കും. നമുക്ക് കണ്ണുകൊണ്ട് നമുക്ക് എല്ലാം കാണാൻ കഴിയുമെന്ന് ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല. കാണേണ്ടത് മാത്രം കാണാനാണ് ദൈവം നമുക്ക് കണ്ണ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനം 119-ന്റെ 105-ാം വാക്യം പറയുന്നതാണ്, ഇവിടെ വചനം അത് നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. അപ്പോൾ ദൈവമക്കൾക്ക് എന്താണ് ആവശ്യം? ദൈവമക്കൾക്ക് ദൈവത്തിന്റെ വചനം ഏറ്റവും പ്രാധാന്യമാണ്. ദൈവവചനം കൂടാതെ ഒരു വ്യക്തിക്കും തങ്ങളെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നമ്മുടെ കണ്ണ് ശരിയായി കാണേണ്ടത് മാത്രം കാണണം. നാം ഈ കണ്ണുകൊണ്ടാണ് പലരെയും കാണുന്നത് ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ണ് ആവശ്യമില്ലാതെ കണ്ടാൽ നാം അതിൻ്റെ പുറകെ മോഹിച്ച് നമുക്ക് പോകുവാൻ കഴിയും. കണ്ണ് ശരിയായി നോക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നോക്കിയാൽ നമുക്ക് ഗുണമുണ്ട്. നാം ആവശ്യമില്ലാതെ നാം കണ്ണുകൊണ്ട് കണ്ട് ആവശ്യമില്ലാതെ നാം മോഹിച്ചാൽ പറയട്ടെ, നാം ദൈവത്തെ വിട്ട് പിന്മാറ്റത്തോട്ട് പോകാൻ വേണ്ടിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ എത്ര വചനം വായിച്ചാലും നമ്മൾ കണ്ണുകൊണ്ട് പലതും നാം മോഹിക്കുമെങ്കിൽ, നാം ആഗ്രഹിക്കുമെങ്കിൽ നമുക്ക് ദൈവത്തെ വിട്ട് പിന്മാറി പോകുവാൻ കഴിയും. ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, നമുക്കറിയാം എലീശായുടെ വേലക്കാരൻ അല്ലെങ്കിൽ ബാല്യക്കാരൻ എന്ന് പറയപ്പെട്ട ഗേഹസി കുറിച്ചാണ്. ഗേഹസി ആരായിരുന്നു? എലീശാവിന്റെ ബാല്യക്കാരൻ, ഉത്തമ ബാല്യക്കാരനായിരുന്നു. എലീശാവിന്റെ അത്ഭുതങ്ങൾ ഏറ്റവും അടുത്ത് കണ്ട വ്യക്തിയായിരുന്നു. ആരാണ്? ഗേഹസി. എലീശ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അനുസരിക്കുന്ന ഒരു ബാല്യക്കാരനാണ്. അവൻ വിശ്വസ്തനായ
എലിസായുടെ ഒരു പ്രതിനിധിയായി വേല ചെയ്ത ഒരു വേലക്കാരനായിരുന്നു. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, സുനേം കാലത്തുடைய മകൻ മരിച്ചു കിടന്നത് ജീവനോട് എലിസ കൊണ്ടുവന്ന ഏറ്റവും അടുത്ത് നിന്ന് കണ്ട വ്യക്തിയായിരുന്നു. ആര്? ഗേഹസി. നമുക്കറിയാം, സുനേമിന്റെ മകൻ എന്ത് ചെയ്തു? മരിച്ചു കിടക്കുന്നത്. ഇവർ എലിസയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലേ, നീ എന്തിനാണ് എനിക്കൊരു ഈ മകനെ നൽകിയത്? എലിസയുടെ കാൽ കിടന്ന് അവർ വേദനയോട് പറഞ്ഞപ്പോൾ, അപ്പോൾ എലിസ പറഞ്ഞ കാര്യം കൊണ്ട് അവൾ കരയട്ടെ, കർത്താവ് ഇത് എന്നോട് അറിയിച്ചില്ല, ഇത് കർത്താവ് എന്നോട് മറച്ചു വെച്ചു. ഉടനെ എലിസ ചെയ്ത് തന്റെ ബാല്യക്കാരന്റെ കയ്യിൽ അവന്റെ ചെങ്കോൽ അല്ലെങ്കിൽ വടി കൊടുത്തുവിട്ട്, നീ നേരെ ചെന്ന് കുഞ്ഞി കിടക്കുന്ന സ്ഥലത്തിൽ ആരെടുത്തും മിണ്ടാതെ, ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ ഒന്നും പറയാതെ നീ ഈ വടി കൊണ്ടുപോയി കുഞ്ഞിന്റെ ശരീരത്തിന്റെ മേൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ സൂര്യൻകാലത്ത് പറഞ്ഞ്, അടിയന് കുഞ്ഞിന് ജീവനോട് തരാതെ ഞാൻ നിന്നെ വിടത്തിനൽ പറഞ്ഞപ്പോൾ എലിസാവും സൂനിയങ്ങളും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ ഇവർക്ക് മുൻപ് പോയി എലിസ പറഞ്ഞതുപോലെ ആ ബാല്യക്കാരൻ എന്ത് ചെയ്ത് എലിസയുടെ വടി കൊണ്ടുപോയി കുഞ്ഞിന്റെ മേൽ വെച്ചു. പക്ഷെ ഒരു അടക്കമില്ല, ജീവനില്ല. പിന്നെയും ബാല്യക്കാരൻ വന്ന് എലിസയുടെ അടുക്കൽ പറഞ്ഞ് കുഞ്ഞിന് ജീവൻ പ്രാപിച്ചില്ല. എലിസ ആ മുന്നിലോട്ട് കടന്നുപോയി മകൻ മരിച്ചു കിടക്കുന്ന അവന് ചെയ്ത് മുഖത്തോട് മുഖം വെച്ച് താൻ കെട്ടിപിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ചെയ്ത് ചുമച്ച് ജീവൻ പ്രാപിച്ച് ആ സൂര്യൻകാരന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അടുത്ത ആരുണ്ടായിരുന്നു? ഗേഹസി ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത്, ഗേഹസി എലിസാവിന്റെ കൂടെ ഇരുന്ന് സകല അത്ഭുതങ്ങളും കണ്ട ഒരു വ്യക്തിയാണ്. ഏകദേശം 20 അപ്പം കൊണ്ട് അവർ എന്ത് ചെയ്ത് 100 പുരുഷന്മാർക്ക് കൊടുത്ത ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ഈ സൂര്യൻകാലത്തിന്റെ കുഞ്ഞ് ജീവനോട് കിട്ടിയ ശേഷം അവരുടെ ദൈവം ഒരു വലിയൊരു അത്ഭുതം ചെയ്തത് ഗേഹസി അടുത്തിരുന്ന് കണ്ടത് മാത്രമല്ല, അവർ ചോദിച്ച്, ഇത്ര പേരുണ്ടല്ലോ, ഈ കുറച്ച് ആഹാരത്തെ കൊണ്ട് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ എലിസ പറഞ്ഞ്, ഈ കൊടുക്ക് നീതിയും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 100 പേർ കഴിക്കുവാനിടയായി. അത് മാത്രമല്ല, എലിസ പറഞ്ഞതുപോലെ ഇനിയും ആപ്പങ്ങൾ വീതം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത്, ഗേഹസി എന്ത് ചെയ്ത് എലിസായുടെ കൂടെ കണ്ട് സകല അത്ഭുതങ്ങളും കണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നമുക്കറിയാം, അടുത്ത ചാപ്റ്ററിൽ വരുമ്പോൾ അവന്റെ കണ്ണ് എന്ത് ചെയ്ത് പലതിനെ മോഹിക്കുവാൻ തുടങ്ങി. വായിക്കാം, 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. എന്ത് ചെയ്ത് എലീശാവിന്റെ അടുക്കൽ വന്നു. ഇതിനു വേണ്ടി ഇതുവരെയും തന്റെ കുഷ്ഠരോഗത്തെ മാറ്റുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവൻ ഒരു യുദ്ധവീരനായിരുന്നു, ഒരു തളപതിയായി ആയിരുന്നു. എങ്കിലും അവന്റെ കുഷ്ഠരോഗത്തെ മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷെ എലീശാവിന്റെ അടുക്കൽ ഒരു കുഞ്ഞു പെൺകുട്ടിയാണ്, അടിമയായി കൊണ്ടുപോകാൻ പെൺകുട്ടിയാണ്, ഞങ്ങളുടെ യജമാന്റെ അടുക്കൽ പോയാൽ നീ സൗഖ്യം കിട്ടുമെന്ന് അവനെ പറഞ്ഞു വിട്ടത്. സോ ഇവിടെ അവൻ വന്ന് അവന്റെ കുഷ്ഠരോഗം പൂർണ്ണമായി മാറി സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? എലീസാവിന്റെ അടുക്കൽ വന്ന് അവൻ പറഞ്ഞു, ഞാൻ എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ അല്ലാതെ ഭൂമിയിൽ എങ്കും ഒരു ദൈവം ഇല്ല എന്ന് പറഞ്ഞു. ഇസ്രായേൽ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ദൈവമില്ല എന്ന് അവൻ പറഞ്ഞിട്ട് എന്താണ്? ആകയാൽ അതുകൊണ്ട് നിന്റെ കയ്യിൽ ഉള്ള ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് അവൻ പറഞ്ഞു. എന്റെ കയ്യിൽ കുറച്ച് സന്മാനങ്ങളുണ്ട്, അത് നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എലീശ എന്താണ് പറഞ്ഞത്? 16-ാം വാക്യം. അപ്പോൾ ദൈവപുരുഷനായ എലീശ എന്ത് ചെയ്തു? അവൻ ഒത്തിരി നിർബന്ധിച്ചിട്ടും ആ സമ്മാനങ്ങൾ അവൻ മേടിച്ചില്ല. അവൻ തീർത്ത് പറഞ്ഞ്, ഞാൻ ഇത് മേടിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് ദൈവപുരുഷനായ എലീശ പറഞ്ഞു. നമുക്ക് താഴെ 20-ാം വാക്യത്തോട് വരാം. ഇത് ഇത്രയും കണ്ടിരുന്ന ഗേഹസി എന്ത് ചെയ്ത്? അല്ലെങ്കിൽ തന്റെ യജമാൻ ഇത്രയും സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ മേടിച്ചില്ലെങ്കിൽ അവന് പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ കൂടെ നിന്ന് ഗേഹസി എന്ത് ചെയ്ത്? ഇത് കണ്ട് അവൻ കണ്ണുകൊണ്ട് ആ സമ്മാനം കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്ത്? മോഹിച്ചു. അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും
തന്റെ യജമാന്റെ അടുക്കൽ അവൻ ചോദിക്കുമായിരുന്നു. തന്റെ യജമാനൻ വേണ്ടാൻ പറഞ്ഞ കാര്യത്തെ എന്ത് ചെയ്ത് ഇവൻ തീരുമാനിച്ച് പറഞ്ഞ കാര്യം എന്താണ്? യഹോവയാണ്. ആദ്യ പേരാണ് പറയുന്നത്, ദൈവത്തിന്റെ പേരാണ് ഇവനും പറയുന്നത്. യഹോവയാണ്, ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞത്, ഗേഹസി ദൈവത്തെ കുറിച്ച് കൂടെ ഇരുന്ന് സകല അത്ഭുതങ്ങൾ കണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പോൾ സമ്പത്ത് കണ്ടപ്പോൾ അവന്റെ കണ്ണ് എന്ത് ചെയ്ത്? അത് കണ്ട് മോഹിച്ചു. തന്റെ യജമാൻ വാങ്ങിയില്ല, കുഴപ്പമില്ല, ഞാനെങ്കിലും അല്പമെങ്കിലും മേടിക്കുമെന്ന് തീരുമാനിച്ച് അവൻ എന്ത് ചെയ്ത് ഇപ്പോൾ ആ നയമന്റെ പുറകെ ഓടാൻ തുടങ്ങി. ആ കഴിവത്തോളാം നയമനെ എന്ത് ചെയ്ത് അവൻ രഥത്തെ പുറകെ ഓടി പറഞ്ഞ ഈ ബാലക്കാരനെ കണ്ടപ്പോൾ നയമൻ എന്ത് ചെയ്ത് രഥത്തിൽ ഇറങ്ങി അവനോട് സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു. സുഖം തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇവിടെ ഗേഹസി എന്താണ് പറഞ്ഞത്? സുഖം തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? എഫ്രൈം നാട്ടിൽ നിന്ന് 2 യോണക്കാർ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അവർക്ക് അല്പം എന്താവശ്യം? വസ്ത്രവും താളന്ന് വെള്ളിയും കൊടുക്കണം എന്ന് പറയുവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം കണ്ണുകൊണ്ട് മോഹിച്ച് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കള്ളം പറഞ്ഞു. ആദ്യം കണ്ണുകൊണ്ട് മോഹിച്ചത്, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? കള്ളം പറയാൻ തുടങ്ങി. സത്യത്തിൽ യജമാൻ അയച്ചതാണോ? പറഞ്ഞു വിട്ടതാണോ? ഇല്ല. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്ത്? യജമാന്റെ പേര് പറഞ്ഞ് കള്ളം പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത വാക്യം. ഇപ്പോൾ ഗേഹസി ചോദിച്ച ചോദ്യത്തിന് അല്ലെങ്കിൽ അവൻ ആഗ്രഹിച്ച കാര്യം എന്ത് ചെയ്ത്? 1ക്ക് 2 തലയായി 1 താളന്ത് വെള്ളിയാണ് അവൻ ചോദിച്ചത്. ഇപ്പോൾ 2 താളന്ത് വെള്ളികൾ 2 കുട്ടരല്ലേ, ദയവിച്ച് 2 താളന്ത് വാങ്ങണമേ എന്ന് നയമാൻ പറഞ്ഞ് അവനെ നിർബന്ധിച്ച് 2 സഞ്ചി 2 താളന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും കെട്ടി തന്റെ ബാല്യക്കാരൻ 2 പേരുടെ പക്കൽ കൊടുത്തു. അവൻ അത് ചുമന്നുകൊണ്ട് അവന്റെ മുൻപിൽ നടന്നു. അവൻ അല്പം ചോദിച്ച്, പക്ഷെ നയമൻ ചെയ്ത് വെട്ടത്തമയായി അവൻ കൊടുത്തു വിട്ട്. വായിച്ചോ 24. അപ്പോൾ ഈ 2 സഞ്ചിയും എടുത്തുകൊണ്ട് പൗദ്രം യാത്ര ചെയ്തപ്പോൾ അവൻ ചെയ്ത് ആ 2 മേടിച്ച് അവൻ കൊണ്ടുപോയി ഒളിച്ചു വെച്ചിട്ട് യജമാന്റെ അടുക്കൽ വന്ന് ഇരുന്നു. പക്ഷെ യജമാൻ എന്താണ് ചോദിച്ചത്? എലിസ, നീ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പിന്നെയും അവൻ പറയുന്നതാണ്, ഞാൻ എവിടെയും പോയില്ല, ഇവർ തന്നെ ഉണ്ടായതെന്ന് കള്ളം പറയുവാൻ ഇടയായി. പക്ഷേ നമുക്കറിയാം ദൈവപുരുഷൻ എലിസ എന്ത് ചെയ്ത്? അവരോട് ചോദ്യം 26 വാക്യം വായിക്കാം. ഇവിടെ എലിസ എന്താണ് ചോദിച്ചത് ഗേഹസിയോട്? ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോട് കൂടെ പോന്നില്ലയോ? ഇവർ എലിസ അറിയാതാണ് ഓടിച്ചത്. പക്ഷെ എലിസ പറഞ്ഞ്, ആ പുരുഷൻ രഥത്തിൽ ഇറങ്ങി നിന്നോട് എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോട് പറഞ്ഞില്ലയോ? നിന്നോട് സംസാരിച്ചില്ലയോ? അത് മേടിക്കരുത്. അതിന്റെ കൂടെയാണ് ചോദിക്കുന്നത്, ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒളിവത്തോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകണോ സമയം. നമുക്ക് കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ പലതിന്റെ പുറകെ ഓടും. എനിക്ക് ഇത് ആവശ്യം, അത് ആവശ്യം. നമുക്ക് എന്തില്ല, ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തി വരാറില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇല്ലാതെ മേടിക്കണം. അല്ലെങ്കിൽ നമ്മൾ പല ഭവനത്തിൽ പോയത് കണ്ടത്, ഓക്കെ, അതുപോലെ നമുക്ക് മേടിക്കണമെന്ന് നമുക്ക് എന്തുണ്ട്? ഒരു താല്പര്യം, ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഓട്ടോമാറ്റിക്കായി കയറി വന്നു. എല്ലാം ശരിയാണ്, നിങ്ങളുടെ പണം തന്നെയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ സംടൈംസ് ദൈവം നമ്മോട് ഇടപെടും. ഇപ്പോൾ ഇത് മേടിക്കരുത്, ഇത് നമ്മൾ മേടിക്കുന്നതിന് ചിലപ്പോൾ ദൈവം നമ്മൾ ഇടപെടുമ്പോൾ നാം അത് അനുസരിக்க വേണ്ടിയ ഉത്തരവാദം നമ്മുടെ കയ്യിലാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്റെ കാശ് ഞാൻ മേടിക്കാൻ പോകുന്നു, ഇതൊക്കെ ദൈവത്തോട് ചോദിക്കണമോ? ദൈവം തന്നതല്ലേ? ഇല്ല. ദൈവം നമ്മുടെ കയ്യിൽ തന്നത് എന്തിനു വേണ്ടിയാണ് അറിയാമോ? ദൈവം നമ്മുടെ കയ്യിൽ കൊടുക്കുന്ന ഒவ்வொரு പൈസവും നാം ദൈവത്തിന്റെ ആലോചന പ്രകാരം നാം ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും കഷ്ടപ്പാടും പ്രയാസവും പ്രതികളും ഉണ്ടെങ്കിൽ, നമുക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഓർത്തോണം, നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ ദൈവഹിതം ഇല്ലാതെ നാം ചെലവാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും പ്രയാസവും ഉണ്ടെന്ന് ഓർത്തിട്ടുണ്ട്. നാം എവിടെയാണ് തെറ്റ് ചെയ്തു പോയി എന്ന് നാം ദൈവസന്നിധിയിൽ നാം ചോദിക്കണം. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഗേസിനെ കുറിച്ച് വായിക്കുമ്പോൾ ഗേസ് എന്ത് ചെയ്തു? നയമാന്റെ ആ സമ്പത്ത് കണ്ടപ്പോൾ അവൻ അത് മോഹിച്ചു. എലീശായുടെ കൂടെ ഇരുന്ന് പല അത്ഭുതങ്ങളും കണ്ട വ്യക്തിയാണ്. പക്ഷേ സമ്പത്ത് കണ്ടപ്പോൾ അവന്റെ കണ്ണെന്തായി? ഇരുളായി മാറി. നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. നമ്മുടെ ഇല്ലായ്മയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും, സ്തുതിക്കാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ജീവിതം കുറച്ച് മെച്ചപ്പെട്ട് വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തില്ല? പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, പിന്നെ പള്ളിപ്പോക്ക് പതിയെ മതിയാക്കും. 9 മണിക്ക് വന്നാൽ 9:30, 10 10:15, 10 11. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതം പതുക്കെ ഇങ്ങനെ പോകും. ഞാൻ ഇത്രയും പറഞ്ഞത്, നമ്മൾ കണ്ണുകൊണ്ട് പലതും കാണുന്നുണ്ട്. പക്ഷേ നാം കാണുന്നത്, നാം ചിന്തിക്കണം, ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ദൈവം എങ്ങനെയാണ് എന്നെ കാണുന്നതെന്ന് ഞാൻ മറ്റുള്ളവരെയും കാണണം. മറ്റുള്ളവരെയും ഞാൻ എന്ത് ചെയ്യണം? ശ്രേഷ്ഠനെന്ന് എണ്ണണം. പക്ഷെ നമുക്ക് എന്താണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ കാസ് വരുമ്പോൾ നമുക്കൊരു ഇത് വരും, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്ന ഒരു അഹംഭാവം നമ്മൾ അറിയാതെ നമ്മുടെ തലച്ചോറിൽ കയറും. അത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടി അവസാനം പ്രശ്നമാണ്. നാം ദൈവത്തെ വിട്ട് പതിയെ നമ്മൾ മാറിപ്പോകും. പക്ഷെ ദൈവം ഒരിക്കലും അത് ആഗ്രഹിക്കുന്നത്. കർത്താവ് സ്നേഹിതരെ കൊണ്ട് ചില സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അടി കിട്ടുന്നുണ്ട്. എന്തിനാണ്? നാം ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ കുറിച്ചുള്ള പദ്ധതിക്ക് നേരായി നാം യാത്ര ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഗഗസിയെ കുറിച്ച് വായിക്കുമ്പോൾ ഗഗസിക്ക് എന്താണ് പ്രശ്നമായത്? അവൻ ഇത്രയും ചെയ്തപ്പോൾ എലീശ എന്താണ് പറഞ്ഞത്? 26 വാക്യം. ഇപ്പോൾ നയമാന്റെ കുഷ്ഠം യാരുടെ പുറത്താണ്? ഗേഹസിന്റെ പുറത്താണ്. നയമാനിപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച് അവൻ പോയി. പക്ഷെ ഇപ്പൊ കുഷ്ഠരോഗം ആർക്കാണ് പിടിച്ചത്? ഗേഹസി. അത് വായിക്കണം. നയമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതിക്കും. തെറ്റുകൾ ചെയ്ത്, പക്ഷെ അതിന്റെ ശിക്ഷ വളരെ കഠിനമാണ്. അവൾക്ക് മാത്രം കിട്ടിയാൽ കുഴപ്പമില്ല. വാചകം പറഞ്ഞു, നിനക്കും നിന്റെ സന്തതിക്കും എന്താണ്? എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞു. അതിനർത്ഥം ഇനി എത്ര സൗഖ്യം രോഗശാന്തി ഉള്ളവരെന്ന് പ്രാർത്ഥിച്ചാലോ കുഷ്ഠം മാറത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ശിക്ഷയാണ്. ആകിയാൽ നയമാന്റെ കുറ്റം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കും പിടിച്ചിരിക്കുമെന്ന് അവനോട് പറഞ്ഞ് അവൻ ഇമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി അവനെ വിട്ട് പുറപ്പെട്ട് പോയി. എലീശയുടെ കൂടെ ഇരുന്ന വ്യക്തി ഇപ്പൊ എവിടെയായി? എലീശ വിട്ട് പോയി. എന്തുകൊണ്ട്? താൻ കണ്ണിൽ കണ്ട സാമ്പത്തികം അല്ലെങ്കിൽ ആ സമ്പത്ത്, വെള്ളി കണ്ടപ്പോൾ അവൻ ചെയ്ത് മോഹിച്ചത് കൊണ്ട് അവൻ ഇപ്പോൾ എലീശാവിന്റെ കൂടെ ആ ജോലി നഷ്ടമായി എന്തായി? കുഷ്ഠം പിടിച്ച് അവൻ എലീശ വിട്ടു പോകുവാൻ ഇടയായി. ഞാൻ ഇത്രയും പറഞ്ഞത്, നാം ഇവിടെ ആയിരിക്കാം. നമുക്ക് എല്ലാ ഞായറാഴ്ച നമുക്ക് പള്ളി വരാം, ഇനി പ്രാർത്ഥിക്കാം, ബൈബിൾ വായിക്കാം, എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾക്കും ദൈവമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ നമ്മളും ഒരു നാൾ ഈ ഗേഹസിയെ പോലെ മാറുവാൻ കഴിയും. എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയട്ടെ, മറ്റതെല്ലാം എനിക്ക് ചപ്പും ചവറുമെന്ന് എണ്ണുവാൻ കഴിയും. ഇല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യപ്പോൾ നമുക്ക് എന്ത് പണത്തിന്റെ പിറകെ ഓടുവാൻ കഴിയും. ഞാൻ ഇത്രയും പറഞ്ഞത്, നമുക്ക് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനമാണ്, ദൈവമാണ്. ആ ദൈവ സ്നേഹത്തിലും ആ ദൈവ വചനത്തിലും ആ ദൈവത്തോട് ബന്ധത്തിലും നാം ഒവ്വൊരു നാളും മുൻപോട്ട് പോയാൽ ഞാൻ പറയട്ടെ, നമ്മുടെ മുൻപിൽ വരെ ഏത് കെണിയിലും നാം
വീഴാതെ നമുക്ക് നിൽക്കുവാൻ കഴിയും. എന്നാൽ നമ്മൾ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നമ്മുടെ മുൻപിൽ വരെ കെണികളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും.